പല യൂണിവേഴ്സും നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് കാണുന്നൊരു യൂണിവേഴ്സാണ് ഓൺലൈൻ ടാക്സി വേഴ്സസ് സാധാരണ നമ്മളെ സ്റ്റാൻഡിലോടുന്ന ടാക്സി. ഇത് ഭയങ്കര ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ ഓട്ടോ ചേട്ടന്മാരും കുറേ ടാക്സി സ്റ്റാൻഡിലുള്ള ചേട്ടന്മാരും കൂടി ഓൺലൈൻ ടാക്സിക്കാർക്കെതിരെ അതിഭീകരമായിട്ടുള്ള എന്തൊക്കെയോ പരിപാടികൾ അഴിച്ചുവിടുന്നു. അവർ തിരിച്ച് ഇവരെ റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ള പേരിൽ, ഡിഫെൻഡ് ചെയ്യുക എന്നുള്ള പേരിൽ ഇവർക്കെതിരെ എന്തൊക്കെയോ അഴിച്ചുവിടുന്നു. ഈ കണ്ടൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയാമല്ലോ, നമ്മളെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ, നിങ്ങളാണ് ഇതിനൊരു കാരണം. ആൻഡ് നിങ്ങൾ വേണം ഇത് മുന്നിട്ടിറങ്ങി ഈ രണ്ട് കൂട്ടരും സൊസൈറ്റിയിൽ നമുക്കൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന രണ്ട് കൂട്ടരാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളെപ്പോഴും ആശ്രയിക്കുന്ന രണ്ട് കൂട്ടരാണ്, ഓൺലൈൻ ടാക്സിയും ഓഫ്ലൈൻ ടാക്സിയും. നിങ്ങൾ വേണം ഒരു ബ്രിഡ്ജ് പോലെ ഇവരുടെ ഇടയിൽ നിന്നിട്ട് ഈ പ്രശ്നങ്ങൾ തീർക്കാൻ. അല്ലാതെ നിങ്ങൾ കിട്ടുന്ന സ്റ്റേജുകളിലൊക്കെ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് വിളിച്ച് പറഞ്ഞ് ലാസ്റ്റ് ഇവർ രണ്ടുപേരും തമ്മിൽ, ഈ രണ്ട് കൂട്ടരും തമ്മിലുള്ള ഒരു അടി ഭയങ്കര ഭീകരമായി കഴിഞ്ഞാൽ അത് നമ്മളെപ്പോലെ ഇങ്ങനത്തെ ഓൺലൈൻ ടാക്സിയും ഓഫ്ലൈൻ ആയിട്ടുള്ള ടാക്സി സർവീസുകളൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് വരും. ഓക്കെ, അപ്പോൾ ഒരുപാട് ക്ലിപ്പുകൾ വൈറലാവുന്നുണ്ട്. അതായത് ഓൺലൈനായി യൂബർ ആണെങ്കിലും ഓല ആണെങ്കിലും അങ്ങനെ റാപ്പിഡോ, അങ്ങനെ ഓരോ ഓൺലൈനിൽ നമ്മൾ ബുക്ക് ചെയ്ത് വിളിച്ച് നമ്മൾ റൈഡ് പോകുന്ന വഴിക്ക് അത് സ്റ്റോപ്പ് ചെയ്യുന്ന പല ആളുകളെയും അവരുടെ ക്ലിപ്പുകളൊക്കെ നമുക്ക് കാണാനിടയുണ്ട്. അങ്ങനെ വൈറലായ ഒരു ക്ലിപ്പ് ഞാനിവിടെ ആദ്യം പ്ലേ ചെയ്യാം. അവിടെ എന്തോന്ന് എടുത്തു കഴിഞ്ഞാൽ വണ്ടി അടിച്ചുകളെ പൊട്ടി. ഞാൻ ഇവിടെ വിളിച്ച് പറഞ്ഞാൽ അവരിപ്പോഴും വരും. എന്തോന്ന് എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്താ ഇപ്പൊ വിളിച്ച് പറഞ്ഞാൽ അവിടെ ആൾ വരും. ഞാൻ പൊക്കിക്കൊണ്ട് പോയി ചെയ്യും. എന്തോന്ന് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഊബർ ഓടാനുള്ള പെർമിഷൻ ഇല്ല, അറിയാവോ? അറിയത്തില്ല. അറിയാൻ നിന്റെ ഊബറിന്റെ അവരെ വിളിച്ചു വരും. ഇപ്പൊ നിങ്ങളുടെ എറണാകുളത്തെ ഓഫീസൊക്കെ അടച്ചല്ലോ? ഇല്ല, അടച്ചില്ല. ആരും അടച്ചില്ല. ആരും കേൾക്കണോ? വെറുതെ ഞാൻ വിളിച്ചാൽ അവര് വരും, നിന്നെ അടിച്ച് നിന്റെ വണ്ടിയും പൊട്ടിച്ച് നിനക്ക് അടി തരും. അടിച്ചു പൊട്ടിക്കും വണ്ടി. അടിച്ചു പൊട്ടിക്കാനാ ഒരു വഴി, ഒരു വഴി അടിച്ചു പൊട്ടിക്കാൻ അടിച്ചു പൊട്ടിക്കും. പിള്ളേരെ വിളിക്കാം, വണ്ടി അടിച്ചു പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ഗുണ്ടച്ചേട്ടൻ. സംഗതി ഏതോ ഓഫ്ലൈൻ ടാക്സി ചേട്ടനാണ്. ഇങ്ങനെ ഈ ഓൺലൈൻ ടാക്സിയിലുള്ള ചെക്കനെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊരു ഐറ്റമാണ്. ഇൻഫിനിറ്റി ടൈം അയാൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വിളിച്ച് കിട്ടിയിട്ടില്ല അങ്ങേർക്കെന്നാണ് തോന്നുന്നത്. ഇത് ഭയങ്കര വൈറലായിട്ടുള്ളൊരു ക്ലിപ്പാണ്. ഇതുപോലെ ഒരുപാട് ക്ലിപ്പുകൾ ഓട്ടോ ചേട്ടന്മാരാണെങ്കിലും ടാക്സി ചേട്ടന്മാരാണെങ്കിലും ഒക്കെ റോട്ടിലിറങ്ങി ഈ ഓൺലൈൻ കോൺസെപ്റ്റിനെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നു, എതിർക്കുന്നു. അങ്ങനെയുള്ളവരോട് ഞാൻ ഒറ്റ ചോദ്യം, നിങ്ങൾ ഓൺലൈൻ എന്ന് പറഞ്ഞൊരു പെർസ്പെക്റ്റീവ് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സാധനം നിങ്ങൾ ഉപയോഗിക്കില്ലേ? അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ വെരി അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ നിങ്ങളെ വീട്ടിൽ തന്നെ നോക്ക്. അവിടെ വീട്ടിൽ മറ്റേ ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നത് ഓൺലൈനിലായിരിക്കും. ഓക്കെ, മോസ്റ്റ്ലി ഷോപ്പിംഗ്, അപ്പോൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ആക്സസറീസ് അടക്കം എല്ലാം ഓൺലൈനിലായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളെ വീട്ടിൽ കുട്ടികളോടോ അല്ലെങ്കിൽ നിങ്ങൾ യുവർ സെൽഫ് നമുക്ക് കടയിൽ പോവാം എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും പോവാത്തത്? ഇവിടുത്തെ ജയൻ്റായിട്ടുള്ള ഓഫ്ലൈൻ ബ്രാൻഡുകളടക്കം ഇപ്പോൾ ഓൺലൈൻ എന്ത് തുടങ്ങിയിട്ടുണ്ട്, അവരുടെ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്, ഓൺ വെബ്സൈറ്റ്സ് തുടങ്ങിയിട്ട് കാര്യങ്ങൾ വിൽക്കുന്നുണ്ട്. സോ എനിത്തിങ് എവറിത്തിങ് നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാം ഒരു ഓൺലൈൻ വേൾഡിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി ഈസിയാണ്, ലക്ഷങ്ങളും കോടികളും മുടക്കണ്ട. ഇ കൊമേഴ്സ് ചെയ്ത് ചെറിയൊരു സ്ഥലം എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ബയ്യറിൻ്റെ അടുത്തേക്ക് ഒരു പ്രൊഡക്റ്റ് എത്തിക്കാൻ അതൊക്കെ വളരെ ഈസിയാണ് ഇപ്പോൾ പാറ്റേണുകൾ. അപ്പോൾ അതുകൊണ്ടാണ് പലരും ഇത് ഓപ്റ്റ് ചെയ്യുന്നത്. അവിടെ നിങ്ങളും ആ കാലത്തിൻ്റെ ചേഞ്ചിനനുസരിച്ച് മാറുക എന്നല്ലാതെ, ഇപ്പം ഞാൻ ബാംഗ്ലൂരാണ് ഇപ്പോൾ കറൻ്റ് ഉള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ റൺ ചെയ്യുന്നത് ഓൺലൈൻ ടാക്സീസാണ്. ഈവൻ ഞാൻ വരെ ആലോചിച്ചിട്ടുണ്ട്, വണ്ടി വലുതാണ്, ചുമ്മാ എടുത്തിട്ട് പോകാൻ വയ്യ, തലവേദന, ഒന്നുകിൽ റാപ്പിഡോ ബുക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു തന്നെ പിന്നിൽ കയറി വളരെ സുഖമായിട്ട് പോവാം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രീൻ ടാക്സി, യൂബറോ അല്ലോ ഏതെങ്കിലും ഒന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ചെറിയ വണ്ടി വന്നു കഴിഞ്ഞാൽ നുഴഞ്ഞു പോവാം. കൺവീനിയൻ്റ് ആണ്, ട്രാക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട്, മറ്റേത് നമ്മൾ ഒരു വണ്ടി എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അടുത്ത വീട്ടിലെ ഏട്ടനെ വിളിക്കണം, അല്ലെങ്കിൽ ചേച്ചീനെ വിളിക്കണം, അല്ലെങ്കിൽ വല്ല മാമൻ്റെയോ മറ്റേ ഫ്രണ്ടിനെ വിളിക്കണം. എന്നിട്ട് അവൻ്റെ അതിൽ നിന്ന് ഒരു ടാക്സി കണക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാർക്ക് ടാക്സി വിളിക്കാൻ, അതൊക്കെ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ്. നമ്മളെ വീട്ടുകാർക്ക് ടാക്സി വിളിക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഒന്ന് കുന്നുമ്പോൾ പോകും മലപ്പുറത്ത് അങ്ങാടിയിൽ. എന്നിട്ട് അവിടെ നിന്ന് ടാക്സി വിളിച്ച് ഞാൻ തിരിച്ചു വരും. ഓട്ടോ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ കിട്ടാൻ വേണ്ടി റോഡിലിറങ്ങി നിന്ന് കയ്യും കട്ടി ഇങ്ങനെ നിൽക്കണം. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല മനുഷ്യന്മാർക്ക്. കൺവീനിയൻ്റ് ആണ്. സ്വന്തം റൂമിനകത്തിരുന്ന് എ സീൻ്റെ തണുപ്പിൽ ഇങ്ങനെ ഇരുന്ന് സുഖമായി സ്ക്രോൾ ചെയ്ത് സാധനം വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് കയറി പോയാൽ പോരെ. കാശ് കൊടുക്കാൻ ഇപ്പം എല്ലാം ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആണ്, ഗൂഗിൾ പേ, ഫോൺ പേ. സാധനം ക്ലിക്ക് ചെയ്യുന്നു, പോകുന്നു. എന്താ പ്രശ്നമുള്ളത്? സോ എല്ലാം ഒരു കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ മാറി വരുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ ഇതുവരെ മനസ്സിലാക്കി കൊടുക്കാൻ സർക്കാർ നിൽക്കാത്തത്
അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്. എന്തുകൊണ്ട് നമ്മളെ നാട്ടിൽ ഇതിപ്പോൾ ഈ കച്ചറ ഉണ്ടാക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു വയസ്സിന് മൂത്ത ആൾക്കാരാണ്. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇട്ടാവട്ടത്ത് ടാക്സി സർവീസോ അല്ലെങ്കിൽ ഒരു ഇത്തിരി പോലുള്ള ഒരു സ്ഥലത്ത് ഓട്ടോ ഓടിക്കാനൊക്കെ ഒരു ഏജ് വരെ എല്ലാവർക്കും പറ്റും. മനസ്സിലായി? അവർക്ക് പ്രാരാബ്ദങ്ങളുണ്ടെങ്കിൽ അവർ അത്യാവശ്യം നല്ല ഏജ് വരെ അവരത് ചെയ്യും. ഇതെല്ലാ രാജ്യത്തും അങ്ങനെയാണ്. പണിയെടുക്കാൻ പറ്റുന്നവൻ അവൻ്റെ ആരോഗ്യം സമ്മതിക്കുന്നിടത്തോളം കാലം അവൻ പണിയെടുക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർക്കാവും കൂടുതൽ ആദ്യം ഇതിനെക്കുറിച്ച്, അയ്യോ ഞങ്ങളെ ജോലി പോവോ, വീട്ടിലെ പ്രാരാബ്ദങ്ങൾ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളവരെ നിങ്ങൾ ബോധവൽക്കരണം നടത്തണം എന്നാണ് പറയുന്നത് സർക്കാർ. നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഓൺലൈൻ നിങ്ങളുടെ ടാക്സി നിങ്ങൾ ഓൺലൈനാക്കി നിങ്ങൾക്ക് ഇന്ന ബെനിഫിറ്റുകളുണ്ട്. കസ്റ്റമേഴ്സിന് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് എണ്ണം കൂടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പോൾ ഈ ചേട്ടൻ്റെത് വൈറലായ ഒരു സൈഡിൽ പോയി. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ഗതാഗത മന്ത്രിയാണ് ഇതിലൊരു 90% ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതും ഇനി മുന്നോട്ട് ഈ രണ്ട് കൂട്ടരുടെ ഇടയിൽ നിന്നൊരു പാലം പോലെ പ്രവർത്തിച്ച് സൊസൈറ്റിയിൽ ഇതെല്ലാം വലിയൊരു പ്രശ്നമാക്കി ഒരു കൂട്ടരെ ഭയങ്കര ഗുണ്ടകളെപ്പോലെയും ഒരു കൂട്ടരെ ഭയങ്കര ഇരകളെപ്പോലെയും ഒന്നും നിങ്ങൾ അതിനുള്ളൊരു അവസ്ഥ നിങ്ങൾ എത്തിച്ചു കൊടുക്കരുത്. മന്ത്രി പലപ്പോഴായിട്ട് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ഓൺലൈൻ ടാക്സി സംവിധാനത്തിന് നിയമപരമായി ഓടുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഓടുന്നത് നിയമവിരുദ്ധമായിട്ടാണ്. അതെങ്ങനെയാണ് അങ്ങനെ? അതായത് ഇത് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു സംസ്ഥാന സർക്കാർ ഒരു പോളിസി രൂപീകരിക്കണം. അപ്പോൾ പോളിസി രൂപീകരിച്ച് കഴിഞ്ഞു. ഞാൻ വന്നതിന് ശേഷമാണ് ചെയ്തത്. ബഹുമാനപ്പെട്ട കോടതിയുടെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ഇത്ര ദിവസങ്ങളിൽ പോളിസി രൂപീകരിക്കണം എന്ന് പറഞ്ഞു. അത് രൂപീകരിച്ചു. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്ക് വേണമെങ്കിലും ഇതുപോലെ ഓൺലൈൻ, ഈ ബസ് പോലും അങ്ങനെ ഓൺലൈനിൽ ഓടിക്കാൻ പാടില്ല. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യണം. ഇത്ര മിനിമം ഇത്ര വണ്ടി വേണമെന്നൊരു കണക്കൊക്കെ ഉണ്ട് ഈ പോളിസിയിൽ. ആ പോളിസി തീരുമാനിക്കുക അധികാരം സംസ്ഥാന സർക്കാരിനായിരുന്നു. സംസ്ഥാന സർക്കാർ പോളിസി തീരുമാനിച്ച് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് കേരളത്തിൽ ഓടുന്ന ഊബർ എന്ന കമ്പനിയോ ഓല എന്ന കമ്പനി ഇതുവരെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ബാക്കി ഏതൊക്കെ കമ്പനികൾ രജിസ്റ്റർ ചെയ്ത കമ്പനികളുണ്ട്? ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ഒരു കമ്പനിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ റാപ്പിഡോ രജിസ്റ്റർ ചെയ്ത് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അപേക്ഷ തന്നിട്ടുണ്ട്. ഇത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് പരിശോധിക്കേണ്ടത്. ട്രാൻസ്പോർട്ട് കമ്മീഷൻ അധ്യക്ഷമായിട്ടുള്ള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി മീറ്റിംഗ് അടുത്ത ദിവസം ഉണ്ടായിരുന്നു. അതുവരെ അപേക്ഷ കിട്ടിയിട്ടില്ല. ഇത് ഒരു കമ്പനിയുടെ കിട്ടിയിട്ടുള്ളൂ. കമ്പനിയുടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ പോളിസി അനുസരിച്ച് ഇവർ ഈ ആപ്ലിക്കേഷനിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ ഒരു തടസ്സവുമില്ല, കൊടുക്കും. ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ഉപയോഗിച്ച് വരുന്ന ഒരു ആപ്ലിക്കേഷൻ സംവിധാനമാണ് യൂബറും ഓലയും. പക്ഷേ ഇത് കേരളത്തിൽ ഇപ്പോൾ നിയമവിരുദ്ധമാണ്. കാരണം ഇല്ലീഗലാണ്. ഓലയും ഈ ഊബറും കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അവർ ഈ ആപ്പ് കൊടുക്കുന്നുണ്ട്. ആപ്പ് എടുത്ത് വെച്ച് ആരൊക്കെയോ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്, ആരൊക്കെയോ വണ്ടി ഓടിക്കുന്നുണ്ട്. അത് ഊബർ ചെയ്യുന്നതും തെറ്റാണ്. ഇനി ഞങ്ങൾ തടയും. നിയമവിരുദ്ധമായിട്ട്, അതായത് ഞങ്ങൾക്ക് സർക്കാരിന് തരേണ്ട ഒരു നികുതിയുണ്ട്. ആ നികുതി ഇത്ര രൂപയാണെന്ന് കേന്ദ്ര ഗവൺമെൻറ്റാണ് നിശ്ചയിച്ചിരിക്കുന്നത്, നികുതി എമൗണ്ട്. ഇപ്പോൾ ഈ ഫീസ്, അത് അവരടയ്ക്കേണ്ട ഫീസ് എമൗണ്ട് കഴിഞ്ഞ മാസം വീണ്ടും പുതുക്കിയിട്ടുണ്ട് സർക്കാർ, കേന്ദ്ര സർക്കാർ. അതിനൊരു നടപടി എടുക്കുള്ളൂ. കാരണം വെച്ചാൽ ഇനി അപേക്ഷ കൊടുക്കാതെ അവർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റീനെ അനുവാദം വാങ്ങിക്കൊണ്ട് പ്രവർത്തിക്കാം. അനുവാദം വാങ്ങിക്കാതെ പ്രവർത്തിച്ചാൽ പിടിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഭയങ്കര അൺക്ലിയർഡ് സാധനമാണ്. ഓക്കെ, മന്ത്രി ഇത് പറഞ്ഞതോട് കൂടിയിട്ടാണ് കേരളത്തിലെ സിറ്റുവേഷൻ മാറിയതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ കോൾ. കാരണം മന്ത്രി ഒന്ന് പറയുന്നത് ഇവിടുത്തെ യൂബർ അടക്കം ഇവിടുത്തെ വലിയ കമ്പനികൾക്കൊന്നും ഒരു രജിസ്ട്രേഷനോ ലൈസൻസോ കേരളത്തിൽ പ്രവർത്തിക്കാനില്ല എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന നമ്മളെ OG കുറേ ഓട്ടോ ടാക്സി ചേട്ടന്മാർക്ക് അവർക്ക് ഭയങ്കര ഫ്യൂവലാണ് ആ സംഗതി. നാളെ ഒരാളെ ഓൺലൈൻ വരുന്നവനെ പിടിച്ചു വെച്ച്, കണ്ടില്ലടാ നീ മന്ത്രി പറഞ്ഞത്, നിങ്ങൾക്കൊന്നും ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ലടാ എന്നൊക്കെ പറഞ്ഞ് 4 ഡയലോഗ് അടിച്ച് അത് കളി മാറും. അത് ഓൾറെഡി മാറിക്കഴിഞ്ഞു. ഇത് സത്യത്തിൽ പൊതുജനങ്ങൾ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ട് ഇവർ ഒരു ഐഡിയ ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ചില സമയത്തൊക്കെ നമ്മൾ കാണുന്ന വീഡിയോയിൽ കസ്റ്റമേഴ്സ് വണ്ടിക്കകത്തിരിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? അതായത് ഇത് വിളിക്കും, ഓൺലൈൻ വിളിക്കും, ജസ്റ്റ് ഒരു ആൾ വരുമ്പോൾ തന്നെ ഇവർ ട്രാക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് മാളിൻ്റെ മുന്നിലോ ഒരു തിയേറ്ററിൻ്റെ മുന്നിലോ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ, ഒരു മാർക്കറ്റിൻ്റെ മുന്നിലൊക്കെ അല്ലെങ്കിൽ വീടിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുമ്പോഴാണെന്ന് വിചാരിച്ചോ, അത് കൂടി പോണ ഈ ഓഫ്ലൈൻ ടാക്സി ആളുകൾ ഒന്ന് നോട്ട് ചെയ്യും നമ്മളെ. അങ്ങനെയാണ് നാട്ടിൽ നമ്മളൊന്ന് ഓട്ടോയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒന്നൊരു നോക്കും, അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ കൂടി നമ്മൾ നോക്കും, എന്നിട്ട് തിരിച്ചു വരും. അതുപോലെ ഇവർ നോക്കും. നോക്കിയിട്ട് ഇവർ എവിടെ പോയി നിൽക്കുക എന്ന് പറയാൻ പാടില്ല. എങ്ങാനും നമ്മൾ ബുക്ക് ചെയ്ത യൂബറോ ഓലയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് കയറിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം ഫ്രണ്ടിലെ ബോണ്ടിൽ വന്ന് 4 തട്ട. അതുവരെയും കാണൂല. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കുറേ ടീമുകൾ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ എക്സിസ്റ്റ് ചെയ്യുന്ന ടീമുകളോടാണ് എന്ത് പറയേണ്ടത്? നിങ്ങൾക്കല്ലേ ലാഭം വന്ന് ലൈക്ക് ഓൺലൈനിലേക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ പറയുമ്പോൾ, അപ്പോൾ ഒരു ക്രെഡിബിലിറ്റി ഉള്ള
കമ്പനി ഏതാ, അല്ലെങ്കിൽ ആ കമ്പനിക്ക് ലൈസൻസ് കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതൊക്കെ അപ് ടു ദ ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. അതിനൊരു സ്റ്റഡീസ് ഗവൺമെൻറ് നടത്തുമായിരിക്കും. പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഭയങ്കര ഹാംഫുൾ അല്ലേ? സഞ്ചരിക്കുന്ന ആളുകൾ പാനിക്കാവില്ലേ? ഇപ്പം എൻ്റെ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ഥലത്തെത്തി കുറച്ച് പേര് തടയാൻ വന്നു, സിറ്റുവേഷൻ കയ്യിൽ നിന്ന് പോയി. പാനിക്കാവുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ദേഷ്യമാണ് വരുന്നത്. മനസ്സിലായോ? ഇത് കുറേ ആളുകളും കണ്ടു, 4-5 ആൾക്കാർ അതിൽ ആ സ്റ്റാൻഡിൽ ഞാനാണ് നേതാവ് എന്ന് പറഞ്ഞ ഒരുത്തം മുന്നും കാണും. ആ രീതിയിലുള്ള പരിപാടികളൊക്കെ ചെയ്യാതിരിക്കാന്നേ പേഴ്സണലി പറയാനുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഇത് ആദ്യം പറഞ്ഞതാട്ടോ ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ടുള്ളൊരു സാധനം അടിച്ചിട്ടുണ്ട് ഗണേഷ് കുമാർ. ടാക്സി ഡ്രൈവർമാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗുണ്ടായുസമാണ്. അത് പറ്റില്ല. കാരണം അങ്ങനെ തല്ലിപ്പൊട്ടിക്കലും ആളുകളെ അടിക്കലും സ്ത്രീകളെ അപമാനിക്കലും ഒന്നും നടക്കുന്ന കാര്യങ്ങൾ അതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് അങ്ങനെ ചെയ്യുന്നവരുടെ ലൈസൻസ് ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ദൃശ്യങ്ങൾ എവിടുന്ന് കിട്ടുന്നു ആ വ്യക്തിയുടെ ലൈസൻസ് ഞങ്ങൾ സസ്പെൻഡ് ചെയ്യും. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സസ്പെൻഡ് ചെയ്യുകയും അതിന്റെ കുറ്റകൃത്യത്തിനനുസരിച്ച് അത് റദ്ദാക്കുകയും ചെയ്യും. അത് ഇനി ഗുണ്ടായുസം കാണിക്കുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ലൈസൻസ് ഉണ്ടാവില്ല എന്നുള്ളത് ആദ്യം തന്നെ വ്യക്തമാക്കുന്നു. ഓൺലൈൻ എന്ന് പറയുന്ന സാധാരണക്കാരൻ ലോകമെമ്പാടും ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. അതിന് ഇന്ത്യയിൽ ഒരു പോളിസിയുണ്ട്, കേരളത്തിനൊരു പോളിസിയുണ്ട്, ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്. അതനുസരിച്ചേ പറ്റൂ. ഊബറിന്റെ ഓലയുടെയും ഒക്കെ ഒരു ബിസിനസ് മോഡൽ തന്നെ അവർക്ക് ഓഫീസുകളൊന്നുമില്ല, എല്ലാവർക്കും ഓൺലൈനായി സേവനം. അതേസമയം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ സംശയം ശരിയാണെങ്കിൽ, റാപ്പിഡോ ഇവിടെ ആപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ടുണ്ട്. ഉണ്ട്. ഈ രണ്ട് കമ്പനികളാണ് അവർക്ക് പെർമിഷൻ കൊടുക്കും. അത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ തന്നതനുസരിച്ച് അവർ മാത്രമാണ് ആപ്ലിക്കേഷൻ തന്നിരിക്കുന്നത്. മറ്റൊരു ആപ്ലിക്കേഷൻ തരണം. അവർ ആപ്ലിക്കേഷൻ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. ഇത് ഓൺലൈൻ യാത്ര എന്ന് പറയുമ്പോൾ ഈ യാത്രക്കാരനോടുള്ള വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുകയാണ് ഇതിനകത്ത് ഉള്ളൊരു ഗുണം എന്ന് പറയുന്നത്. കിട്ടുന്നവനെ അങ്ങ് കൊള്ളയടിക്കാം എന്നുള്ളത് ശരിയല്ല. ചോദിക്കുന്ന പൈസയാണ് ഓട്ടോറിക്ഷയ്ക്കും കാറിനും ഒക്കെ. ഇതിനൊക്കെ മീറ്ററും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലാ രാജ്യത്തും ഉണ്ട്, ഇവിടെയും വെച്ചിട്ടുണ്ട്. മീറ്റർ വെക്കാൻ പറയുമ്പോൾ അതിന് പല കാരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത് നാട്ടിലാകെ പ്രശ്നമായി. ഇതൊക്കെ ഒന്നും കൂടി കൈവിട്ട് പോകുന്നു എന്നുള്ള അവസ്ഥയിൽ ന്യൂസുകാർ വിളിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞതാണ്, ലൈസൻസ് കട്ട് ചെയ്യും, ഗുണ്ടായുസം കാണിക്കരുത്, ഓഫ്ലൈൻ ഇങ്ങനത്തെ ടാക്സിക്കാരെന്ത് ചെയ്യരുത്, കയ്യൂക്കിൻ്റെ ബലത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നുള്ളൊരു വാർണിംഗ് ഒക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ഇത് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരേ സമയം ഒരാൾ തന്നെയാണ് രണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? ഒരു സൈഡിൽ രജിസ്ട്രേഷൻ ഇല്ല, അങ്ങനെ എവിടെ എങ്ങനെയാവും എന്ന് പറയുന്നു. ഇപ്പുറത്തെ സൈഡിൽ രജിസ്ട്രേഷൻ ഉള്ളവരുള്ള ഗുണ്ടായുസം കാണിച്ചു കഴിഞ്ഞാൽ അവർ ലൈസൻസ് കട്ട് ചെയ്യും എന്ന് പറയുന്നു. ഇവിടെ കോ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ആ ടേം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കോ എക്സിസ്റ്റൻസ്, പരസ്പരം സഹകരിച്ച് വളരെ നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റണം. മനുഷ്യന്മാർക്ക് തമ്മിൽ പറ്റുന്നില്ല. പിന്നെ ഈ പ്രകൃതിയോടും ഈ ലോകത്തിനോടും നമുക്ക് കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതൊന്നും ഒരു മനുഷ്യനും അങ്ങനെ ഞങ്ങളും അവരും നിന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റൂ. കാലങ്ങൾ പോകുന്നതിനനുസരിച്ച് ഓഫ്ലൈനിൽ നിന്ന് മാറി എല്ലാം ഓൺലൈൻ ആവും. അതുകൊണ്ട് ഞാനും മാറണമെന്നുണ്ട്. സ്വയം ഇത് പഠിക്കില്ലേ വേണ്ടേ? മനസ്സിലായി? ഈ ഓൺലൈൻ വന്നു എന്നുള്ളത് കൊണ്ട് കുറേ ചെറുപ്പക്കാരെ കുറ്റം പറയാം ഇതുകൊണ്ട് എന്നുള്ളത് ചിന്തിച്ചിട്ടും കുറേ ആൾക്കാരുണ്ടേ. ഞാൻ ഇവിടെ ഒരു വീഡിയോ വയ്ക്കാം. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ പ്രായം ചെന്നവരല്ലേ, നമുക്ക് ഇതിന്റെ പുതിയ ടെക്നോളജി അറിയാനും മേലെ. അതുകൂടെ നമ്മുടെ സന്ധ്യാവുമ്പോൾ നമ്മുടെ വീട്ടിലോട്ട് പോകണം. യൂബർ നമ്മളിവിടെ ഓടുന്നവർ മുഴുവൻ കാണല്ലോ. അങ്ങ് തെക്കുള്ളവരും വടക്കുള്ളവരും കിഴക്കുള്ളവരും നമ്മുടെ ഈ ടൗണിലുള്ളവർ ഒരു 100 കിലോമീറ്റർ കൂടുതൽ യൂബർ ആരുമില്ല. 200 കിലോമീറ്റർ മറ്റുള്ള ചെറുപ്പക്കാർ പിള്ളേർ സെറ്റ്, അവർക്ക് വീടും കുടുംബവും ഇല്ല. ഏതെങ്കിലും സമയത്ത് അവർക്ക് വീട്ടിൽ പോയാൽ മതി. അങ്ങനെയാണ് ഒരു പോര ഓട്ടം കിട്ടി. ഇപ്പോൾ ആലപ്പുഴയ്ക്ക് പോയത്, ആലപ്പുഴ അവിടെയുള്ള ടാക്സിക്കാർ അവർ തിരുവനന്തപുരത്തിന് പോകുന്നു. തിരുവനന്തപുരത്തിന് ഏതെങ്കിലും കാലത്ത് കൊല്ലത്തിന് വരുന്നത്, പിന്നെ ഏതെങ്കിലും കാലത്ത് ഇവരുടെ വീട്ടിലോട്ടാണ് ചെല്ലുന്നത്. നമുക്ക് സന്ധ്യയാകുമ്പോൾ നമ്മുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. അതാണ് അതിൻ്റെ അത് ഏറ്റവും വലിയ കുഴപ്പം. നമ്മുടെ കുടുംബം നമ്മുടെ വൈകുന്നേരം ആകുമ്പോൾ നോക്കിയിരിക്കുന്നില്ല ഈ പ്രായം ചെന്നവരുടെ മനുഷ്യന്മാരെ. അതാണ് അതിൻ്റെ അത് ഏറ്റവും കുഴപ്പം. ഞങ്ങൾ ആകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇതാണ് അതിൻ്റെ പച്ചയായ സത്യം. എന്ത് പച്ചയായ സത്യം എന്നാണ് ഈ ചങ്ങായി പറയുന്നത്? ന്യൂജൻ കുട്ടികൾക്ക്, യൂത്തിന് കുറച്ചും കൂടിയും അവർക്ക് നിങ്ങളെയൊക്കെ, അപ്പം നിങ്ങൾ യങ് ടൈമിൽ നിങ്ങളുടെ ഒരു 25-30 ടൈമിൽ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുക? സെയിമെൻറ്റിലെ അവരും കുറച്ചും കൂടി പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും, പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും. അവർ കൂടുതൽ പണിയെടുക്കാൻ പറ്റും. 24 മണിക്കൂറിൽ ചിലപ്പോൾ 22 മണിക്കൂറും പണിയെടുക്കുന്നവരാണ്. 2 മണിക്കൂർ മാത്രം ഉറങ്ങിയാൽ മതി എന്നുള്ള അതവരുടെ പ്രായത്തിൻ്റെ അതുകൊണ്ട് നല്ലതല്ലേ അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓടുന്നത്. നിങ്ങൾക്ക് കുട്ടിയും പ്രാരാബ്ദവും വീടും വയസ്സും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ വീട്ടിലെത്തണമെന്നുണ്ടെങ്കിൽ ഇറങ്ങി പോകണം. പണി നിർത്തിയിട്ട് ഇറങ്ങി പോകണം. അന്നത്തെ ദിവസം ഓടിയത് മതി. ഞാൻ പോവാണ്. ഞാൻ രാവിലെ 9 മണിക്ക് വന്നു. എൻ്റെ സ്വന്തം വണ്ടി ഞാൻ ഏകദേശം ഒരു 6:30 ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നിർത്തി ഞാൻ എൻ്റെ വീട്ടിൽ പോയി. അതിനെന്തിനാ ബാക്കിയുള്ളവരും കുറ്റം പറയാൻ നടക്കുന്നത്? എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. എത്രയോ കുട്ടികൾ ഒരു സൈഡ് ഇൻകമായിട്ട് ഈ പറഞ്ഞ ഓൺലൈൻ ഡെലിവറി അല്ലെങ്കിൽ ഇതേപോലുള്ള ഓൺലൈൻ ടാക്സി
ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഒരു സൈഡിൽ ചെയ്യുന്നുണ്ട് പാർട്ട് ടൈം ആയിട്ട്. പണ്ടത്തെ പോലെ വീട്ടിൽ ചോദിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണി ചെയ്യേണ്ട, ഇതിൽ നിന്ന് തന്നെ അത്യാവശ്യം ഇൻകം കിട്ടുന്നതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ കാലം മാറി. ന്യൂ ജനറേഷൻ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ ഓൺലൈൻ സെറ്റപ്പിനോട് അഡാപ്റ്റ് ചെയ്തു. ഇപ്പോൾ ഒരു 2018 ശേഷം ജനിക്കുന്ന കുട്ടികൾ, അവരൊരു 15-20 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവരിതാണ് കണ്ടു വളരുന്നത്. പഴയ ടാക്സി സ്റ്റാൻഡ്, മറ്റേ ഓടിട്ട ടാക്സി സ്റ്റാൻഡിൽ കുറേ ടാക്സി നിരത്തി നിർത്തി ആ ടാക്സിക്ക് പോയി കൈ കാണിച്ച് ഒരു ട്രിപ്പ് വരുമെന്ന് ചോദിച്ച് അപ്പോൾ ഓനൊരു പൈസ പറഞ്ഞ്, പിന്നെ അടുത്തൊരാൾ പോയിട്ട് പൈസ കുറച്ച് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു ഓട്ടോയിൽ കയറി മീറ്റർ ഇട്ട് മീറ്ററിൻ്റെ ഇരട്ടി പൈസ കൊടുക്കണം എന്ന് പറഞ്ഞ് ഈ കൾച്ചറൊന്നും അവർക്ക് അറിയില്ല, അവർക്ക് അറിയാൻ പോകുന്നില്ല, അവർക്ക് വഴിയില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോഴുള്ള ആളുകൾ ഇത് പഠിക്കാൻ ശ്രമിക്കുക എന്താ ഓൺലൈൻ എന്നുള്ളത്. ഓക്കെ, അതിനും ഓൺലൈൻ ഞാൻ എന്നും നല്ലതെന്ന് പറയുന്നില്ല, പല പോരായ്മകളും ഉണ്ടാവും. പക്ഷേ അത് ഇവിടുത്തെ സിസ്റ്റവും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നിട്ട് വേണ്ടേ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് അതിനു പകരം 10-25 വയസ്സുള്ള കുട്ടികൾ ഓൺലൈൻ ടാക്സി ഓടുന്നു, അവർ കൂടുതൽ അധ്വാനിക്കുന്നു. എന്നെക്കൊണ്ട് അധ്വാനിക്കാൻ വയ്യ, എനിക്ക് നേരത്തെ വീട്ടിൽ പോകണം എന്നുള്ളതുകൊണ്ട് ബാക്കിയുള്ളവർ പൂട്ടി പോകണം. ഇതെന്തും ന്യായമാണ് ഈ ചങ്ങായി നിരത്തിയതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടിയില്ല. എന്താണ് ഇത് ഇങ്ങനൊരു റീല് കാണാനിടയായിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ടൂറിസമാണ് നഷ്ടപ്പെടുന്നത്. ഈ ടൂറിസം രംഗത്ത് ഇവിടുത്തെ ഓൺലൈൻ ടാക്സിക്കാർ വന്നിട്ടൊന്നുമല്ല ടൂറിസം രംഗം ഇത്രയും വളർന്നത്. ഇതിൻ്റെ അകത്ത് ഇവിടെയുള്ള പരമ്പരാഗത തൊഴിലാളികളും പാക്കേജ് ഡ്രൈവേഴ്സിൻ്റെയും കഷ്ടപ്പാട് തന്നെയാണ്. എത്രയോ ദിവസങ്ങൾ, 10 ദിവസം 12 ദിവസം ഈ ഗസ്റ്റിനെയും കൊണ്ട് വാഹനത്തിൽ ചുരുണ്ടുകൂടി കിടന്ന്, അല്ലെങ്കിൽ അവർ ഛർദ്ദിക്കുന്നത് കഴുകിക്കളഞ്ഞ്, അല്ലെങ്കിൽ കുളിക്കാനോ ഒരു നേരം ബാത്റൂമിൽ പോകാനോ സൗകര്യമില്ലാതെ ഈ വിദേശത്തു നിന്ന് വരുന്ന തൊഴിലാളികൾ, നമ്മുടെ വിദേശികളെ, അവരെ ഈ കേരളത്തിന്റെ എല്ലാ ഭംഗികളും കൊണ്ട് കാണിക്കുന്നത് ഇവിടുത്തെ പരമ്പരാഗത തൊഴിലാളികളും പാക്കേജ് ഡ്രൈവർമാരുമാണ്. ഇവിടെ നിങ്ങളെല്ലാവരും പറഞ്ഞല്ലോ, അതായത് ഇവിടുത്തെ ടൂറിസം നഷ്ടപ്പെടും. ടൂറിസത്തിന് അങ്ങനെയാണ്. അത് നമ്മുടെ ബഹുമാനായ ശ്രീകണ്ഠൻ നായർ പോലും അദ്ദേഹം ഇയാളൊക്കെ എന്തെന്നായി വിളിച്ചു പറയുന്നത് എനിക്കൊരു പിടുത്തമില്ല. ടൂറിസം മൊത്തം താങ്ങി നിർത്തിയത് ഞങ്ങളാണ്. അപ്പോൾ ഈ ടൂറിസം ഉള്ള സ്ഥലങ്ങളിൽ നല്ല ഫുഡ് കൊടുത്തും നല്ല ഹോസ്പിറ്റാലിറ്റി കീപ്പ് ചെയ്തും ഹോട്ടൽസ് നടത്തുന്നവരുണ്ട്, സ്റ്റേ നടത്തുന്നവരുണ്ട്. അവർ പറയുകയാണ് ഞങ്ങളാണ് ഇവിടെ ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഇവർ സമ്മതിച്ചു കൊടുക്കൂ? ചുമ്മാ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക എന്നുള്ളൊരു സ്കീമിലേക്കാണ് ഈ കാര്യങ്ങൾ ഇവരൊക്കെ പറയുന്നത്. മനസ്സിലായില്ലേ? പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റിന് അവരുടെ നാട്ടിലൊക്കെ അവർക്ക് കയ്യിൻ്റെ തുമ്പിലും ഓൺലൈൻ, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഓൺലൈൻ, വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഓൺലൈൻ, ഒക്കെ ടാക്സി റെഡിയാണ്. അവരതേ കൾച്ചറല്ലേ ഇവിടെ വന്ന എക്സ്പീരിയൻസ്. നമുക്ക് അങ്ങനെയാണല്ലോ, അപ്പോൾ നാടിൻ്റെ കൾച്ചർ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. പക്ഷേ ഈ ടാക്സി വിളിക്കുന്നതോ അതൊക്കെ കാലങ്ങൾക്ക് മുന്നേ അവരുടെ നാട്ടിൽ കഴിഞ്ഞൊരു പരിപാടി. ഇപ്പോൾ അവർ ഭയങ്കര ഈസി ആയിട്ട് ഓൺലൈനിൽ ചെയ്യുന്ന പരിപാടി അവർ വീണ്ടും ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പോഴും റോട്ടിൽ ഇറങ്ങിയിട്ട് ടാക്സി വിളിക്കേണ്ട ഒരു അവസ്ഥ. ഒരു സായിപ്പിനെ കണ്ട ഇരട്ടി പൈസ ഉപയോഗിക്കുന്ന കുറേ ആൾക്കാർ. ഇതൊക്കെ അവർ ഫേസ് ചെയ്യണോ? ഇതൊക്കെ ഫേസ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ അവർക്ക്? അപ്പോൾ താനൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? തനിക്കൊന്നും ഒരു അന്തവും ബുദ്ധിയില്ല. തനിക്കൊന്നും പ്രായമായി, ഞങ്ങൾക്ക് ഇതിനോടൊന്നും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങൾക്ക് പ്രായമായി, ഞങ്ങൾക്ക് മര്യാദയ്ക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അറിയില്ല, പഠിപ്പിച്ച് തന്നാലും ഞങ്ങൾക്ക് പഠിക്കണ്ട, ഞങ്ങളിങ്ങനെയാണ്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? കാലം മാറുന്നതിനനുസരിച്ച്, ലോകം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇവരൊക്കെ ഡയലോഗ് കേട്ടാൽ ഈ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം നടക്കുന്നൊരു വിഷയമാണ് ഇതെന്നൊക്കെ തോന്നിയുള്ളൂ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതേപോലെ ഓൺലൈൻ ടാക്സീസ്, ഓൺലൈനായിട്ടുള്ള കാര്യങ്ങൾ വന്ന സമയത്ത് വൻ എതിർപ്പുകൾ വന്നിട്ടുണ്ട്. കാരണം കുറേ പേർക്ക് ഇതേപോലെ പരമ്പരാഗത, ഇവർ ഉപയോഗിച്ച് വാക്കുണ്ട്, പരമ്പരാഗത ടാക്സിക്കാർ, അങ്ങനെ പരമ്പരാഗത ലൈക്ക് ദ OG കാറ്റഗറി ഓഫ് ടാക്സിക്കാർക്ക്, എല്ലാവരും ഞാൻ പറയുന്നില്ല, ചില ആളുകൾക്ക് ഇതേപോലെ പ്രശ്നങ്ങളുണ്ട്. അതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെയാണ് കേരളം ഉണ്ടാക്കിയെന്നൊക്കെ ചിലപ്പോൾ അവർ പറഞ്ഞു കളയും ഇനി മുന്നോട്ട് പോയാൽ. സോ എനിക്കൊരു കാര്യം പറയുള്ളൂ, ഗതാഗത മന്ത്രി കൃത്യമായിട്ട് ഇതിൽ ഇടപെടണം. അവിടെ ഇവിടെയും ഓരോ സ്റ്റാൻഡും പറഞ്ഞ് ഒരു മീഡിയനെ കാണുമ്പോൾ ടാക്സിക്കാരെ പൊക്കിപ്പിടിച്ചും മറ്റേ മീഡിയ കാണുമ്പോൾ ഓൺലൈൻ ടാക്സിക്കാരെ പൊക്കിപ്പിടിച്ചും നടക്കുന്ന പരിപാടികളൊന്നും കാട്ടാതിരിക്കുക. സ്ട്രെയിറ്റ് അവേ കാര്യം പറയുക. ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് അങ്ങനെ ഒരു നിയമമുണ്ട്, ഇവിടെ രജിസ്റ്റർ ചെയ്യണം വരുന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യിച്ച് മാത്രം ഒരു കമ്പനീനെ മുന്നോട്ട് വിടുക, അല്ലെങ്കിൽ അവരോട് ഓടണ്ടെന്ന് പറയുക. അതേസമയം ഓഫ്ലൈൻ ടാക്സിക്കാർ ആളുകളെ ചൂഷണം ചെയ്യുന്നില്ല എന്നുള്ളതും ഉറപ്പ് വരുത്തുക. ഇതിനും നമ്മുടെ ഗതാഗത മന്ത്രി തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാവുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ അത്യാവശ്യം ലോകരാജ്യങ്ങളൊക്കെ കാണുന്ന ഒരാളെ സന്ദർശിച്ചിട്ട് പല രാജ്യത്ത് ചെല്ലുമ്പോഴും നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത് ട്രാൻസ്ലേറ്ററും ഇതേപോലുള്ള എന്തെങ്കിലും ഒരു ഡെലിവറി പാർട്ട്ണറോ അല്ലെങ്കിൽ ടാക്സി പാർട്ട്നേഴ്സൊക്കെയാണ് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത്.
ലോക്കൽസിനോട് സംസാരിക്കാൻ ചിലപ്പോൾ നമുക്ക് ലാംഗ്വേജ് സ്കില്ല് കാണില്ല, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ എവിടുന്ന് ടാക്സി കിട്ടും. ഇപ്പോൾ ഓരോ നാട്ടിലും ഓരോ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ കവലയിൽ ഒരു ടാക്സി സ്റ്റാൻഡ്. ഇപ്പോൾ ഏത് യൂറോപ്പിൽ ചെന്നാലോ വേറെ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞ് ഇത് എവിടെ പോയി തപ്പും ആൾക്കാർ. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണിത്. അത് അഡാപ്റ്റ് ചെയ്യാൻ പഠിക്കുക, മനസ്സിലായോ? അല്ല ഇനി പറയേണ്ടവർക്ക് പറയാം, ഏത് വീട്ടിൽ ഒന്നും ഓൺലൈൻ ഉപയോഗിക്കാത്ത, ഇതുവരെ ഓൺലൈൻ തൊട്ട് തീണ്ടാത്ത വീട്ടിലെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു, മനസ്സിലായില്ലേ? ഇത് ഒരു സൈഡിൽ കൂടി ഓൺലൈനിൽ ഫുഡും ഓർഡർ ചെയ്യും, ഒരു സൈഡിൽ കൂടി ഡ്രസ്സും ഓർഡർ ചെയ്യും, ഓൺലൈൻ കൂടി ചെയ്യാൻ പറ്റുന്ന എല്ലാ പരിപാടിയും ചെയ്യും, സിനിമ ടിക്കറ്റ് എടുക്കും, എല്ലാ പണിയും ചെയ്യും. ലാസ്റ്റ് മറ്റത് പരമ്പരാഗത തൊഴിലാളിയാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് ഓൺലൈനിൽ മാറാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. എന്തുവാണ് ഇത്? അല്ല ഇത് നമ്മളെ നാട്ടിലത്തെ മേജർ ഇഷ്യൂ ആണ്. ഇപ്പോൾ ഒരു ദിവസം തന്നെ 2-3 കേസൊക്കെയാണ് എനിക്ക് പേഴ്സണലി ആളുകൾ അയച്ചു തരുന്നത്. അതും പലരും പാസഞ്ചേഴ്സായിട്ട് പോയിട്ട് ഇവരെ പോലുള്ള ആൾക്കാർ വന്ന് ടാക്സി സ്റ്റാൻഡിലെ ചില ചേട്ടന്മാർ വന്ന് മിസ്ബിഹേവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവറോട് മാത്രമല്ല പാസഞ്ചറിനോട് ഇറങ്ങി നടന്നോളാനൊക്കെയാണ് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നോക്കണം എന്താവും എന്നുള്ളത്. കാരണം ഒരു സൈഡിൽ ഇങ്ങനത്തെ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോയ ലൈസൻസ് കട്ട് ചെയ്യുമെന്നും ഗതാഗത മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലൈസൻസ് എടുക്കണമെന്നും ഗതാഗത മന്ത്രി ഇവരോട് പറഞ്ഞിട്ടുണ്ട്. സോ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാർ, നിങ്ങൾ തന്നെയാണ് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കി നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കി പോരുത് ചെയ്തിട്ട്. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ വരും ദിവസങ്ങളിൽ ഓൺലൈൻ ടാക്സിക്കാരനെ അടിച്ചു കൊന്നുവെന്നോ, അല്ലെങ്കിൽ ഓൺലൈൻ ടാക്സിക്കാരൻ സവാരി തടയാൻ വന്ന ഓഫ്ലൈൻ ടാക്സിക്കാരനെ തച്ചു കൊന്നു എന്നൊക്കെ കേസ് നമ്മുടെ മുന്നിൽ ചിലപ്പോൾ വരാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്.